മതില്ല ഇളക്കിയത് പൊഴിച്ചു തരാം. ഞാൻ നോക്ക് പിള്ളേരെ, ഈ ചെടിയിൽ നോക്ക്, പഴങ്ങൾ കിടക്കണൊക്കെ എന്തോരാ. നമുക്കിത് പറിക്കാൻ ഒരു പാത്രം കൊണ്ടുപോവാ. ഇത് കണ്ടോ, ഇതൊക്കെ എന്താ ചെയ്യണേ? ഇത് പറിച്ചിട്ടേ നല്ല പഴങ്ങൾ ഇതെല്ലാം പറിച്ച് നമുക്ക് കൊണ്ടുപോയിട്ടേ ഇതെല്ലാം എല്ലാം ചോട്ടി ചാടി പോവുക. ഇത് പറിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് കൊണ്ട് വൈൻ ഉണ്ടാക്കണം. നല്ല വൈൻ ഉണ്ടാക്കണം. നിങ്ങൾക്ക് പറിക്കാൻ കൂടി. ശരി, നല്ല പഴുത്ത് നോക്കി പറിച്ചെടുത്താട്ടോ. നല്ല പറിക്കണേ. അപ്പം ഞാനൊരു പാട്ട് പാടിത്തരാം, നിങ്ങൾ അത് ഓർത്തിരിക്കണം. എന്തിനാണെന്നറിയോ, നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോഴേ കുട്ടികൾ ശ്രദ്ധിച്ചു പോകണം. അതിന് വേണ്ടിയിട്ടാണ്. ശിലഗുണമിയേലുന്ന കുട്ടികളെ കേൾപ്പിൻ നിങ്ങൾ, ആലോചിച്ചു വേണം റോഡിൽ നടന്നു പോകാൻ. കാര്യമിതു കളിയല്ല, മലനേകം വന്നുകൂടും, നീളെ നീളെ വാഹനങ്ങൾ നിറഞ്ഞോടുന്നു. എമ്മയും പറക്കുന്നല്ല പാടിത്തരുള്ളൂ. കടവണ്ടിയും റിക്ഷയും സൈക്കിളുമേറ്റം, ദുർഘടമ മോട്ടോർ കാറും കലർന്നോടുന്നു. വ്യവസായ വ്യാപാരങ്ങൾ അധികമായി വർദ്ധിക്കുകയാണ്. ഇവയൊന്നും ഇനി നമുക്കൊഴിച്ചുകൂടാ. കണ്ണും കാതും കരേലുന്ന വേണ്ട പോലും ഉപയോഗിച്ചാൽ നിർണയമാപത്തൊഴിഞ്ഞു വീട്ടിലെത്തിയിടാ. വല്ലതും കേട്ടോ? അത് നിങ്ങൾ ശ്രദ്ധയിലിരിക്കണോ? ഞാൻ വെറുതെ പാടിയതായിരിക്കില്ലേ? ഞാൻ കേട്ടു. പഴുത്തത് മാത്രം പറിച്ചെടുക്ക്. ഇത് നമുക്ക് ഉണ്ടാക്കി തരാം. ഈ സൈഡിലൊക്കെ ഒത്തിരി ഉണ്ട്. കുറച്ച് ഇങ്ങോട്ട് മാറാം നമുക്ക്. കേട്ടോ നിങ്ങൾ എൻ്റെ പാട്ട് കേട്ടോ? നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോഴേ റോട്ടിലൊക്കെ ഇറങ്ങുമ്പോഴേ ശ്രദ്ധിച്ച് നടക്കണം. അതിന് വേണ്ടിയിട്ടാ കേട്ടോ. ഒത്തിരി ഉണ്ട്. ചെത്തി ആടുന്നത് അപ്പ ചാടുന്ന പറിച്ചോട്ടോ. നിങ്ങളെന്തിനും വഴക്കൂടണത്? ഇതിലുണ്ടല്ലോ ഇഷ്ടം പോലെ. ഞാനേ ഈ ചാമ്പങ്ങ ഉണ്ടല്ലോ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന് കഴുകി ഒരുക്കി വൃത്തിയാക്കി കുളിപ്പിച്ച് കൊണ്ടുവന്നാണ് ഇതിനെ. ഇത് നമുക്കിതിങ്ങനെ ഒടിച്ചൊടിച്ചൊടിച്ച് ചെറുതാക്കി ഒടിച്ചെടുക്കണം. ഇങ്ങനെ ഒന്ന് ഒടിക്കാൻ കൂടുവാ. അപ്പൊ ഇത് ഒടിക്കാൻ കൂടി നമുക്കിത് വേഗം നന്നാക്കി പാത്രത്തിലിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കിത് കൊണ്ട് വൈൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ വൈനുണ്ടാക്കി കുഞ്ഞിനെ കുടിക്കാൻ തരാം കേട്ടോ. അപ്പൊ വൈനുണ്ടാക്കാം. അപ്പൊ ഇത് ഒടിക്കട്ടെ, കുഞ്ഞ് സഹായിക്കണേ. അപ്പൊ ഇങ്ങനെ വൃത്തിയായിട്ട് നോക്കി എല്ലാം നല്ലത് നോക്കി ഇങ്ങനെ എടുത്ത് നമുക്ക് ഒടിച്ച് പാത്രം നിറയെ ഒടിച്ച് വെച്ചിട്ട് ഭരണിയിലിട്ട് നമുക്ക് വൈനുണ്ടാക്കാം. അതിന് വേണ്ടിയാണ് വൈനുണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. വൈനുണ്ടാക്കി തരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരുക്കി വെച്ച ചാമ്പ വൈനുണ്ടാക്കാൻ പോവുകയാണേ. അത് ആ ഭരണിയിലിട്ടിട്ട് നമ്മൾ വൈനതുണ്ടാക്കും. ഇതുകൊണ്ട് വൈനുണ്ടാക്കാൻ തുടങ്ങുകയാണ്. ചാമ്പയൊക്കെ കൊടുത്ത് ഭരണിയിലിട്ട് ഇനി ഇതുകൊണ്ട് വൈനുണ്ടാക്കട്ടെ. ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഈസ്റ്റ് ഇടാൻ പോവാണ്. ഇതിൽ ഗോതമ്പ് കുതിർത്തി മുളപ്പിച്ചെടുത്ത ഗോതമ്പാണ്. ഗോതമ്പ് ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ ചേർത്തു. ആവശ്യമായ പഞ്ചസാര, 1 കിലോ പഞ്ചസാര ചേർക്കണം. അത് ചേർക്കട്ടെ. എല്ലാം നന്നായിട്ട് ഇളക്കി ചേർത്ത് മിക്സാക്കിയിട്ട് മിക്സാക്കി. ഇനി നമ്മളിത് ശരിക്ക് അടച്ച് മൂടിക്കെട്ടി വയ്ക്കുകയാണേ. നന്നായിട്ട് മൂടിക്കെട്ടി ഇതുപോലെ തന്നെ മൂടിക്കെട്ടി വയ്ക്കണം. അങ്ങനെ നമ്മൾ ഇതൊരു 40 ദിവസം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ തുറക്കും. ഈച്ചയും പുഴുവൊന്നും കയറാണ്ട് അങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് വെക്കണം. അങ്ങനെ 40 ദിവസം നമ്മൾ എണ്ണി വെക്കണം. 40 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് തുറന്ന് നമ്മളത് ഇത് ചണ്ടിയൊക്കെ മാറ്റി ഈ നീര് തന്നെ ഊറ്റി കുപ്പിയിലാക്കി വെച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല വൈനായിട്ട് കിട്ടും. അപ്പം ഞാൻ 41 ദിവസമായി നമ്മൾ ചാമ്പ അതിനിട്ട് കെട്ടി വെച്ചിട്ട്. ഇനി അതൊന്ന് അഴിച്ചു നോക്കട്ടെ. അഴിച്ചിട്ട് നല്ല റെഡി ആയിട്ടുണ്ടാവും, വൈനായിട്ടുണ്ടാവും. റെഡിയായോ? ലഹരി ആയിട്ടുണ്ടോ? വൈനഴിച്ചു നന്നായിട്ടുണ്ട് കണ്ടിട്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് വൈനിങ്ങനെ കോരിയെടുക്കണം. ഉണ്ടോ? എല്ലാം നല്ല ശരിയായിട്ടുണ്ടല്ലേ? മതിയല്ലേ ഇളക്കിയത്? ഇനി തുണിയിലേക്ക് കോരി ഇതിൻ്റെ
വൈനിങ്ങനെ കോരി നമ്മൾ എടുക്കണം. 41 ദിവസമായി ഞാൻ ഇതിനെ ഈ ചാമ്പേനെ വൈനിട്ടിട്ട് ഇങ്ങനെ വരണേയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്നാ ഒന്ന് ഊറ്റാനാവുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയി. ആ അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനത് ഇതൊന്ന് പിടിച്ച തുണിയാൽ ചാടിപ്പോയാലോ ഉള്ളിലേക്ക്. ആ അപ്പോൾ കോരി എല്ലാം കുടിക്കാറായിട്ടില്ല. ഇതിന് ഇതിട്ട് തെളിയണം. തെളിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലാക്കി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം നല്ല തെളിയായി കഴിയുമ്പോൾ എടുത്തിട്ട് കുപ്പി കൂടെ അങ്ങനെ പകർത്തി വയ്ക്കണം. എന്നിട്ട് കുറച്ച് കുടിക്കാവുള്ളൂ കേട്ടോ. നല്ല ലഹരിയുണ്ട്. പിള്ളേർക്ക് കുടിക്കാവോ? പിള്ളേർക്ക് ചാരമൊക്കെ കുടിക്കാം, കുഴപ്പമില്ലല്ലോ. വൈനല്ലേ, ചാരായം ഒന്നല്ലല്ലോ. നല്ലോണം ഇങ്ങനെ ഒരു ബക്കറ്റ് തന്നെ ഉണ്ടാവും, ഒരു മുക്കാക്കറ്റ് ഉണ്ടാവും. നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ചണ്ടി നമുക്ക് കളയാം. ഈ ചാമ്പേൻ്റെ അല്ലേ, ഈ ചാമ്പേൻ്റെ ഒരു കഷ്ടപ്പാടില്ലേ. ഞെക്കി ഇത്രയും കാലം അതിനെ വെള്ളത്തിലിട്ട് വെച്ച് അത് കഴിഞ്ഞ് ഇപ്പതാ പിന്നെ അതിന് പണിയോടും. ഇനിയും കുറച്ചുകൂടെ മുക്കി വെച്ചാൽ കിട്ടൂലേ. ഇങ്ങനെ നിങ്ങൾ ചാമ്പ വയ്യനെല്ലാം ചണ്ടിയൊക്കെ ഇതാ ഇവിടെ പാത്രത്തിലാക്കി ഇതെല്ലാം ഊറ്റി നല്ല വൃത്തിയാക്കി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് 2 ദിവസം ഇരുന്ന് തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കണം. കുപ്പിയിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ രുചി ബാക്കി ടേസ്റ്റാക്കാം. കുറച്ച് കുടിക്കാവുള്ളൂ കേട്ടോ. എല്ലാവരും അധികം കുടിച്ച് ലഹരി പിടിച്ച് റോട്ടിലൊന്നും വീണാക്കരുത്. ഞാനിത് അടച്ച് വയ്ക്കട്ടെ. ഇപ്പോഴൊന്നും എടുക്കരുതേ. എന്നിട്ട് തെളിയട്ടെ, എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ വൈനങ്ങനെ ബക്കറ്റിൽ ഊറ്റി വെച്ച് നല്ല തെളിഞ്ഞ് മട്ടിയൊക്കെ പോയി നല്ല സുന്ദരനായിട്ടുണ്ട്. നമുക്കത് കുപ്പികളിൽ കൂടെ ഒഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. കുപ്പികളിൽ ഒഴിച്ചിട്ട് വേണം നമുക്ക് ഒഴിച്ചിട്ട് വേണം നമുക്ക് കുറേശ്ശെ ദിവസം കുടിക്കാനായിട്ട്. 500 1/2 ലിറ്റർ വൈനാണ്. ഒഴിച്ച് കഴിഞ്ഞിട്ട് കുടിച്ചു നോക്കിയാൽ മതി കേട്ടോ. തിരക്കോട്ടുണ്ടായാലും ഇപ്പോൾ ഒഴിച്ച് തരാം. കുടിച്ചു നോക്കണ്ടേ എല്ലാവർക്കും. നല്ല ലഹരി ഉണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ. നല്ല കളറില്ലേ, നല്ല മണമൊക്കെ ഇങ്ങനെ വന്നുണ്ട് ഒഴിക്കുമ്പോൾ. ലഹരിയുടെ മണം. 2 കുപ്പിയിലായിട്ടുള്ളൂ. ഇനി നമുക്ക് 2 കുപ്പിയും കൂടെ നിറച്ചെടുക്കണം. ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. വൈനാണ്. എല്ലാവർക്കും വന്ന് ഗ്ലാസ് എടുത്തുകൊണ്ട് വാ. എല്ലാവർക്കും കുറച്ച് ഒഴിച്ച് തരാം. എല്ലാവരും കുടിച്ചു. അപ്പോൾ എൻ്റെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ട് എനിക്ക് ലൈക്ക് അടിക്കണം. അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ.